കേരളത്തിൻ്റെ ദേശീയോത്സവമായി കരുതപ്പെടുന്ന കാര്യം, അത് ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ കേരളപ്പിറവി അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിനം, അങ്ങനെ കേരളത്തിൻ്റെ സ്വന്തമായ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഗതിയാണെങ്കിൽ അതിൽ ഒരു ചർച്ച തന്നെ അർഹിക്കുന്നില്ല. അതേസമയം കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന പേരിൽ കരുതപ്പെടുന്നത് കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ എത്രയോ കാലങ്ങളായി ഒരു മതവിഭാഗം ആഘോഷിച്ചിരുന്ന ഒരു ആഘോഷം കേരളത്തിൻ്റെ ദേശീയോത്സവമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അവിടെ തന്നെ വേണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് എതിർക്കായിരുന്നു ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷം കേരളത്തിൻ്റെ ദേശീയോത്സവം ആക്കണ്ട എന്ന്. പക്ഷേ നമ്മൾ അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷം ആയി കാലങ്ങളായി വരുന്നൊരു കാര്യം, അവരിൽ തന്നെ രണ്ടഭിപ്രായം അതിലുണ്ട് എന്നാണ് തോന്നുന്നു. അത് പുതിയ കാലത്തൊക്കെ അത് സവർണർ അതിനെ വാമന ജയന്തിയായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അപ്പോൾ എന്തായാലും കൃത്യമായ വിശ്വാസവും ഐതിഹ്യവും ഒക്കെ ഉള്ള ഒരു സംഗതിയാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന ലേബലിൽ അല്ലെങ്കിൽ ആ പേരിൽ ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ദേശീയോത്സവമായി കഴിഞ്ഞ സ്ഥിതിക്ക് അക്കാര്യത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു ദേശീയോത്സവം എന്ന നിലക്ക് അല്ലെങ്കിൽ അതിനെ മതപരമായ ഒരു ആഘോഷമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടാൽ മതിയോ എന്നത് ഒരു വ്യക്തത. നിങ്ങൾ സൂചിപ്പിച്ച ഓണം പോലെയുള്ള സംഗതികൾ നേരത്തെ പറഞ്ഞു, അത് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അവരുടെ മതപരമായ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും അതിന് പിന്നിലുണ്ട്. ഓരോ ഓണക്കാലവും വരുമ്പോൾ അപ്പോൾ കേരളത്തിലൊക്കെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ തന്നെ ഹൈന്ദവ ആചാര്യന്മാർ എഴുതുന്ന ലേഖനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ ഓണത്തിനും അത്തരം ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ഓണം ഹൈന്ദവ ആചാര്യർ എഴുതുന്നു. അവർ കൃത്യമായി ഓണത്തെ വിശദീകരിക്കുന്നത് അവരുടെ ചില മതപരമായ ബഹുദൈവ വിശ്വാസങ്ങളുമായുള്ള സങ്കല്പങ്ങളുടെ ഭാഗമാണ്. ആ നിലക്ക് അത് ഒരു ഹൈന്ദവ ആഘോഷം എന്ന നിലക്ക് തന്നെയാണ് നാം കാണുന്നത്. അതിൽ നിന്റെ പങ്കാളിത്തത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടു നിൽക്കുക തന്നെയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോധപൂർവമുള്ള ചില ഗൂഢാലോചനയുടെ ഭാഗമെന്ന് തന്നെ പറയാം. ചില മതപരമായ ചിഹ്നങ്ങളെ ദേശീയ ചിഹ്നം എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ടും ഇന്നും നമ്മളെ നാട്ടിലൊക്കെ ഉള്ള അവിശ്വാസികളായ ആളുകൾ അവർ തങ്ങളുപ്പാപ്പാനോടൊക്കെ വലിയ ആദരവ് പുലർത്തുന്നതും വലിയ സ്നേഹം പുലർത്തുന്നതും കാണാം. ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് കൊല്ലം മുമ്പ് കേട്ടത് ഓർമ്മയുണ്ട്. വഹാബികൾ പരിപാടി എടുത്താൻ വേണ്ടി ഒരു മുസ്ലിം സഹോദരൻ്റെ സ്ഥലം ചോദിച്ചപ്പോൾ മമ്പുറത്ത് തങ്ങളെ കുറ്റം പറയാൻ വേണ്ടി സ്ഥലം തരൂല എന്ന് പറഞ്ഞ ഒരു സംഭവം കുറച്ച് മുന്നേ ഒരു 10-15 കൊല്ലം മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിധത്തിൽ വഹാബികളാണെങ്കിൽ അവർ മമ്പുറത്ത് തങ്ങളെ കുറ്റം പറയും എന്ന് അറിയുകയും മമ്പുറത്ത് തങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ബന്ധം തങ്ങളൊക്കെ മറ്റ് സമുദായങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് തങ്ങളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെങ്കിൽ കേരളത്തിലെ പഴയകാല ആത്മീയ പുരുഷന്മാർക്കൊക്കെ അതുപോലത്തെ ഒരു ആദരവും ആശ്രയത്വവും ഇതര സമുദായങ്ങളിൽ ഉണ്ടായി നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് പല കാരണങ്ങളാൽ അതിന് കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിമിഷപ്രിയ വിഷയത്തിലൊക്കെ ഉസ്താദ് ഇടപെട്ടപ്പോൾ ഉസ്താദിന് കുറേം കൂടെ മറ്റുള്ളവർ ആശ്രയമായി കാണുന്നു എന്ന ഒരു സാഹചര്യവും വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, മമ്പുറം തങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഇത്തരം ഒരു ബന്ധം നിലനിർത്തണമെങ്കിൽ, അവരോടൊത്തൊരു ബന്ധം നിലനിർത്തണമെങ്കിൽ അവർ ഇതര സമുദായങ്ങളുമായി എത്രത്തോളം സഹകരണത്തിൽ കഴിഞ്ഞിട്ടുണ്ടാകും, എങ്ങനെയായിരിക്കും വിശ്വാസപരമായ ആത്മീയമായ ഒരു വ്യക്തിത്വം പൂർണ്ണമായി സൂക്ഷിച്ചുകൊണ്ട്, ഇതൊരു കൃത്രിമമായ ബന്ധമാണെങ്കിൽ ഇത്രയും ആഴത്തിൽ നിലനിൽക്കൂലല്ലോ. അപ്പോൾ അത്രയും നല്ലൊരു ബന്ധം എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? നമ്മളെ കാലത്തും നമ്മുടെ ആത്മീയ പുരുഷന്മാർക്കും വിശ്വാസികൾക്കും ഇതര സമുദായങ്ങളുമായി ആ ഒരു ബന്ധം എത്രത്തോളം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇസ്ലാം മറ്റു മതക്കാരോടും മാന്യമായി മനുഷ്യത്വപരമായ കാര്യങ്ങളിൽ സഹകരിച്ചും സഹായിച്ചുമാണ് ജീവിക്കേണ്ടത്. കുഴപ്പങ്ങളുണ്ടാക്കാൻ ഏത് മതത്തിൽപ്പെട്ട ഒരു ശർമ്മം നടത്തുമ്പോഴും അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഇല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനും എല്ലാ മത നേതൃത്വവും തയ്യാറാവണമെന്ന് സാന്ദർഭികമായി ആവശ്യപ്പെടുകയാണ്. ഈ വിശ്വാസികളും ദിമ്മിയായ മുസ്ലിങ്ങളുമായവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ അയാൾക്ക് ശറഈയായ ബാധ്യത ഉണ്ടല്ലോ. അപ്പം അത്തരം ബാധ്യതകളൊക്കെ നമ്മളെ നാട്ടിലെ ഏതെങ്കിലും വിഭാഗങ്ങളോട് വരാൻ സാധ്യത ഉണ്ടോ? സത്യത്തിൽ ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ പോലും ഇസ്ലാം ശരിയായി നിലക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ പോലും അത് മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും പട്ടിണിയാകാതിരിക്കാനുള്ള ഒരു വലിയ സാമൂഹിക സുരക്ഷാ സംവിധാനമാണ് ഭരണകൂടം പരാജയപ്പെടുന്നിടത്ത് അവിടുത്തെ സമ്പന്നർക്ക് ബാധ്യത ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പം നമ്മളെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു സംഗതി എത്രത്തോളം ദിമ്മികളോടുള്ള ബാധ്യതകളെക്കുറിച്ച് വരാൻ സാധ്യതയുണ്ട്? ഈ ദിമ്മി ഹർബി എന്നൊക്കെ പറയുന്നത്
നമ്മുടെ കർമ്മശാസ്ത്രത്തിലെ ചില സാങ്കേതിക പ്രയോഗങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു കൂടുതൽ വിവരണത്തിന് ഇത്തരം ഒരു ചർച്ചയിൽ വലിയ പ്രസക്തി ഞാൻ കാണുന്നില്ല. ദിമ്മി, മുആഹദ്, മുസ്തഅ്മന് തുടങ്ങിയതൊക്കെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ സാങ്കേതികമായ ചില പ്രയോഗങ്ങളാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക അർത്ഥത്തിലുള്ള പൂർണ്ണമായ ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിലെ ഇസ്ലാമിക രാജ്യത്തെ അമുസ്ലിം പൗരനാണ് ഇപ്പോൾ നമ്മൾ ദിമ്മി എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ പൗരൻ എന്ന നിലക്കുള്ള എല്ലാ അവകാശങ്ങളും രാജ്യത്തിൻ്റെ ഭരണകൂടം അവർക്ക് നൽകണം. ഭരണകൂടത്തിന് അത് ബാധ്യത വരും. അതേസമയം നമ്മുടെ ഈ ചർച്ചയിൽ അതിന് പ്രസക്തിയില്ല. കാരണം ദിമ്മിയാണെങ്കിലും ദിമ്മിയല്ലെങ്കിലും അമുസ്ലിമിന് മാനുഷിക സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് തന്നെ ഇസ്ലാം പറയുന്നു. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള അമുസ്ലിങ്ങൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ പറയുന്നത് ദിമ്മിയാണോ അല്ലേ, അതിന് ഈ ഒരു ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം സമീപന രീതിയായിട്ടൊരു ബന്ധവുമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ, ഏത് മനുഷ്യനും മാനുഷിക കാര്യങ്ങളിൽ സഹായം ചെയ്യണം, അത് പ്രതിഫലർഹ. അവിടെ ഇബ്നു ഹജർ അഹ്മദ് ത്വയ്ഫി പറഞ്ഞ തന്നെ തഹില്ലു സദഖത്തുൽ വനിയിൻ വ കാഫിരിൻ വലൗ ഹർബിയൻ, സിമ്മിയാണോ അല്ലേ എന്നുള്ള വേർതിരിവൊന്നുമില്ല. മുസ്ലിങ്ങളോട് ഒരർത്ഥത്തിലുള്ള സമാധാന നീക്കത്തിലും ഏർപ്പെട്ടിട്ടില്ലാത്ത മുസ്ലിമാണെങ്കിൽ പോലും ഇസ്ലാമിക രാജ്യത്തെ പൗരത്വം നേടിയ മുസ്ലിമാണ് ദിമ്മി. ഇസ്ലാമിക രാജ്യത്തെ പൗരനല്ലെങ്കിലും മുസ്ലിങ്ങളുമായി വിവിധ തലങ്ങളിലുള്ള സമാധാന കരാറിൽ ഏർപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് മുആഹദ്, മുസ്തഅ്മനി എന്നൊക്കെ പറയും. മുസ്ലിങ്ങളുമായി ഒരു സമാധാനത്തിലും കരാറിലും ഏർപ്പെട്ടിട്ടില്ലാത്തവർക്കാണ് ഹർബി എന്ന് പറയുന്നത്. പക്ഷേ ഈ വിഷയം പറഞ്ഞിടത്ത് വതഹില്ലു സദഖത്തുൽ കാഫിരിൻ വലൗ ഹർബിയൻ, മുസ്ലിങ്ങളുമായി ഒരു സമാധാന കരാറും നടത്തിയിട്ടില്ലാത്ത മുസ്ലിങ്ങളാണെങ്കിൽ പോലും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ സഹായങ്ങൾ അവർക്ക് ചെയ്യൽ പുണ്യകർമ്മമാണ്. അവരെ ശല്യം ചെയ്തുകൂടാ, അവർക്ക് അനീതി ചെയ്തുകൂടാ എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഒരു ദിമ്മിയാണോ മുആഹദാണോ അല്ലേ എന്നുള്ള ചർച്ചയ്ക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ല. അവസാനമായി തുടങ്ങുകയാണ്. അനുബന്ധമായൊരു കാര്യം, ഇപ്പോൾ ഈ വർഗീയത വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ മുസ്ലിങ്ങളിൽ തന്നെ ചെറിയ ഒരു വിഭാഗം ഇസ്ലാമിക പ്രമാണങ്ങളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ് എന്ന ചെറിയൊരു കാരണം കൂടെ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. അതിൽപ്പെട്ട ഒന്നാണ് ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിങ്ങളുടെ ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ, ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ ഇസ്ലാം പൂർണ്ണമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ടാണെങ്കിലും ജനാധിപത്യം തൽക്കാലം അംഗീകരിച്ചുകൊണ്ടാണെങ്കിലും ഭാവിയിലെങ്കിലും ഇസ്ലാമിക ഭരണം വരാനുള്ള ഒരു ആഗ്രഹത്തിൽ ഉള്ള ശ്രമങ്ങളിലായിരിക്കണം മുസ്ലിങ്ങൾ എന്ന് സിദ്ധാന്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അത് വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലും ആഗ്രഹത്തിലുമാണ് എന്ന് കുപ്രചരണം നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് അങ്ങനെ ഒരു ഇസ്ലാമിക ഭരണം വിദൂര കാലത്തെങ്കിലും വരാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി ഒരുങ്ങേണ്ട, അതിനുവേണ്ടി ശ്രമിക്കേണ്ട ഉത്തരവാദിത്വം സിവിലിയൻസായ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കുണ്ടോ? അങ്ങനെ മതരാജ്യം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം മുസ്ലിങ്ങൾക്കുണ്ട് എന്ന ചിന്ത മൂലം അങ്ങനെയുള്ള ചില ആളുകളുടെ നിലപാടുകൾ മൂലം ഉണ്ടാകുന്ന ഈ തെറ്റുധാരണകളുടെ കാലത്ത് എന്താണ് അതിൽ നമ്മൾ എടുക്കേണ്ട നിലപാട്? പ്രത്യേകിച്ച് പൂർവ്വകാലങ്ങളിൽ ഇപ്പോൾ ഇന്നത്തെ പോലെ രാജ്യം ഉണ്ടാക്കാനുള്ള പ്രയാസമൊന്നുമില്ല. പണ്ടിപ്പോൾ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് വേണമെങ്കിൽ ഒരു രാജ്യമാവും. നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 600ഓളം നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് പ്രാദേശികമായി പോലും നമ്മളെ ആത്മീയ പുരുഷന്മാരോ അല്ലെങ്കിൽ പണ്ഡിതന്മാരോ ഒരു പ്രാദേശിക നാട്ടുരാജ്യം പോലും ഒരു ഇസ്ലാമിക രാജ്യമായി ഉണ്ടാക്കാൻ ശ്രമിച്ചതായി ചരിത്രത്തിൽ കാണുന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത്? പറഞ്ഞല്ലോ, ജിഹാദുമായി ബന്ധപ്പെട്ട് രണ്ട് നിലക്കുള്ള തെറ്റിദ്ധാരണകൾ ബോധപൂർവം, തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പറ്റൂല, തെറ്റായ ധാരണകൾ ബോധപൂർവം ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് മുസ്ലിങ്ങളോട് മറ്റുള്ളവർക്ക് ഒരു കലഹ മനോഭാവം സൃഷ്ടിക്കാൻ വേണ്ടി മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവരെയൊക്കെ അമുസ്ലിങ്ങളെ മുഴുവനും കൊന്നുകളയണമെന്നാണ് ഇസ്ലാം പറയുന്നത് എന്ന് ചില ഖുർആൻ വചനങ്ങളും മറ്റും അടർത്തിയെടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രചരിപ്പിച്ച് വർഗീയത കാക്കക്കൂട്ടുന്ന ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സത്യത്തിൽ
അമുസ്ലിങ്ങളെ മുഴുവനും കൊന്നു കളയണമെന്ന് വിശുദ്ധ ഇസ്ലാം ഒരു സാഹചര്യത്തിലും എവിടെയും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ മാത്രമാണ് ഭൂമിയിൽ ജീവിക്കേണ്ടത്. അമുസ്ലിങ്ങൾ ഭൂമിയിൽ ജീവിക്കേണ്ടവരല്ല അമുസ്ലിങ്ങളെ മുഴുവനും കൊന്നു കളയണമെന്ന് മതേതര രാജ്യത്ത് പോയിട്ട് ഇസ്ലാമിക രാജ്യത്ത് പോലും അങ്ങനെ ഒരു നിയമമില്ല. ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ അവിടെ അമുസ്ലിങ്ങൾ താമക്ക് പൗരത്വം നൽകിക്കൂടാ എന്നോ തൊട്ടടുത്ത അമുസ്ലിം രാഷ്ട്രവുമായി സമാധാന കരാറിൽ ഏർപ്പെട്ടുകൂടാ എന്നോ അമുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ലെന്നോ അമുസ്ലിങ്ങളെ മുഴുവൻ കൊന്നു കളയണമെന്നോ ഇസ്ലാമിൽ ഒരു നിയമത്തിലും ഇല്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നില്ല, തിരുസുന്നത്ത് അങ്ങനെ പറയുന്നില്ല. ഇന്ത്യയിലില്ല എന്നല്ല, പൂർണ്ണർത്ഥത്തിലുള്ള ഇസ്ലാമിക രാജ്യത്ത് പോലും അമുസ്ലിങ്ങളെ കൊന്നു കളയണമെന്നൊരു നിയമമില്ല. അതേസമയം ഓരോ രാജ്യത്തിനും യുദ്ധ നിയമങ്ങൾ ഉള്ളതുപോലെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനും രാജ്യസുരക്ഷയുടെ ഭാഗമായി യുദ്ധ നിയമങ്ങൾ ഉണ്ട്. അവിടെയും മറ്റു രാഷ്ട്രങ്ങളുമായി സമാധാന അന്തരീക്ഷത്തിന് കരാറിന് ശ്രമിക്കാൻ ഇസ്ലാം പറയുന്നുണ്ട്. അങ്ങനെ സമാധാന കരാറുകളൊന്നും നടക്കാതെ പോകുമ്പോൾ മുസ്ലിം രാജ്യവും അമുസ്ലിം രാജ്യവും തമ്മിൽ ചിലപ്പോൾ യുദ്ധം നടന്നേക്കും. ആ യുദ്ധത്തിന് ഇടയിൽ നടക്കുന്ന യുദ്ധ നിയമങ്ങളെ എടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് അമുസ്ലിങ്ങളൊക്കെ കൊന്നുകളയണമെന്ന അർത്ഥം നൽകിക്കൊണ്ട് ചിലർ വർഗീയതയ്ക്ക് വേണ്ടി ആക്കം കൂട്ടുന്നു. മറ്റൊന്ന്, നേരത്തെ നിങ്ങളെ സൂചിപ്പിച്ചതുപോലെ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളെടുത്ത് വളരെ ചെറിയ ഒരു ശതമാനം ഇസ്ലാമിൻ്റെ പേരിലും ചില തെറ്റിദ്ധാരണകൾ നടത്തുന്നുണ്ട്. അത് പാരമ്പര്യ ഇസ്ലാമിന് വിരുദ്ധമാണ്. മുഖ്യധാര മുസ്ലിങ്ങൾ, പാരമ്പര്യ മുസ്ലിങ്ങൾ ഒരിക്കലും ആ സമീപന രീതിയോട് യോജിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്ലാമിക ഭരണമില്ലാഞ്ഞാൽ മുസ്ലിമിൻ്റെ ജീവിതം അപൂർണമാകും. അതെന്നെ തെറ്റായ പ്രചരണമാണ്. ഇത് ഈ സദസ്സിൽ മാത്രം പറയുകയല്ല, ഓർക്കുകയാണ്, ഇടക്കിടക്ക് നമ്മുടെ മുസ്ലിം പാരമ്പര്യ മുസ്ലിം നേതൃത്വം ഈ കാര്യം മുസ്ലിങ്ങൾ തന്നെ കൃത്യമായി പഠിപ്പിക്കാറുണ്ട്. കേരളത്തിലെ ആധികാരിക മുസ്ലിം പണ്ഡിത സംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ അടുത്ത കാലത്തും തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ജിഹാദി എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ നടത്തിയിരുന്നു. അതിൽ കൃത്യമായി പലയിടത്തും വിഷയാവതരിപ്പിച്ച് സംസാരിച്ചത് ഞാൻ തന്നെയായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം നൽകി സംഘടിപ്പിച്ച ആ ക്യാമ്പുകളിലൊക്കെ പറഞ്ഞത് ഇസ്ലാമിക ഭരണമുണ്ടെങ്കിലേ മുസ്ലിമിൻ്റെ ജീവിതം പൂർണ്ണമാകൂ, ഇസ്ലാമിക ഭരണമില്ലാത്ത സാഹചര്യത്തിൽ മുസ്ലിമിൻ്റെ ഇസ്ലാം പൂർണ്ണമല്ല എന്നുള്ള വാദം 100% തെറ്റാണ്. അത് ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. ഭരണകൂടം ചെയ്യേണ്ട സംഗതികൾ ഭരണകൂടം ചെയ്യേണ്ടതാണ്. അതേസമയം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മതേതരത്തര നേരത്തെ നിങ്ങൾ മമ്പുറ തങ്ങളെ പരിചയപ്പെടുത്തി, ഉമർ ഖാദിർ റളിയല്ലാഹു പരിചയപ്പെടുത്തി. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞുപോയ മഖ്ദൂം തങ്ങളടക്കം അവരൊക്കെ ഈമാനിലും ഇസ്ലാമിനും ഉയർന്ന നിലവാരമുള്ളവരാണെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. മറ്റിതര സമുദായങ്ങളും ആദരവോടുകൂടി അവർ നോക്കിക്കാണുന്നു. അവരൊന്നും ജീവിച്ചതൊരു ഇസ്ലാമിക രാജ്യത്തല്ലല്ലോ. അവർ ഇസ്ലാമിക രാജ്യത്ത് ജീവിച്ചില്ല എന്നതിൻ്റെ പേരിൽ അവർക്ക് അവരുടെ ഇസ്ലാം അപൂർണമല്ലല്ലോ. അപ്പോൾ ഇസ്ലാമിക രാജ്യത്തല്ലാതെ ഒരു മതേതര രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് മുസ്ലിമിൻ്റെ ഇസ്ലാം അപൂർണമാണ് എന്നുള്ള വാദം ഇസ്ലാമിൻ്റെ പേരിൽ ചില തൽപര കക്ഷികൾ സൃഷ്ടിച്ചു വിട്ട വാദമാണ്. മുഖ്യധാര മുസ്ലിം നേതാക്കൾ അത് എന്നോ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ 1-2 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം പണ്ഡിതരുടെ നേതൃത്വത്തിൽ പ്രധാനമായും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് തെറ്റിദ്ധരിക്കപ്പെട്ട ജിഹാദ് എന്നതായിരുന്നു. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞ ആശയമാണ് മതേതര രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിൻ്റെ ഇസ്ലാം അപൂർണമാണ് എന്ന വാദം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ പേരിൽ ചിലർ പടച്ചുണ്ടാക്കിയതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ 10 വർഷം ജീവിച്ചു. അക്കാലഘട്ടത്തിൽ അവിടെ വഫാത്തായി പോയ സ്വഹാബികളുണ്ട്. അവരുടെ ഒന്നും ജീവിതം ഇസ്ലാമിക ഭരണത്തിലല്ലാത്തത് കൊണ്ട് അപൂർണമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ മറ്റൊരു അവസാന ഭാഗം, ഒരു ഇസ്ലാമിക ഭരണം ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക ഭരണത്തെ നമ്മൾ പ്രതീക്ഷിക്കണോ എന്നൊക്കെ അതിൽ ചോദിച്ചല്ലോ. സത്യത്തിൽ ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ സമാധാന അന്തരീക്ഷത്തിൽ
നല്ലൊരു ഭരണം നടത്താൻ വേണ്ടി ആരെങ്കിലും മുസ്ലിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കണ്ട, വേണ്ട എന്ന് പറയാൻ അത് ചരിത്രപരമായ വിഡ്ഢിത്തം എന്ന് പറയുമല്ലോ. ഞാൻ ഓർക്കുകയാണ്, മുണ്ട് ജ്യോതിബാസുവിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്യപ്പെട്ടൊരു സാഹചര്യം വന്നപ്പോൾ എന്തിൻ്റെയോ പേരിൽ അത് നിരസിക്കുകയും പിന്നീട് അത് ചരിത്രപരമായ വിഡ്ഢിത്തമായി പോയി എന്ന് അവർ തന്നെ വിലയിരുത്തിയത് ഞാൻ ഓർക്കുക. അപ്പോൾ സമാധാന അന്തരീക്ഷത്തിൽ ഒരു നല്ല ഭരണം നടത്താൻ, എന്നിട്ട് ജനങ്ങളെയൊക്കെ നല്ല നിലക്ക് ഒരു വർഗീയ ചേരിതിരിവില്ലാതെ മാനുഷികമായ ഒരു അവസരം സൃഷ്ടിച്ചു കൊടുക്കാൻ അവസരം കിട്ടിയാൽ വേണ്ടാന്ന് ഒരു ടീമും പറയാൻ പാടില്ല. അതേസമയം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മതേതര സ്വഭാവം തന്നെ തുടരുന്നതിൽ മുസ്ലിമിന് യാതൊരു താല്പര്യക്കുറവില്ല എന്നല്ല, നമ്മുടെ രാജ്യത്തെ ഈ ഭരണഘടന നിലനിൽക്കുകയും ഇവിടെ ഏത് മതക്കാരനും അവൻ്റെ മതമനുസരിച്ചും ഒരു മതമില്ലാത്തവൻ അങ്ങനെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക ഭരണമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കരുത് എന്ന് തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ മുഖം കൂടുതൽ വിശദീകരിക്കുന്ന ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹുവിൻ്റെ റിയാസുൽ ഉമമിൽ കാണാം, ഒരു രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് ആ രാജ്യം അരാജകത്വത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഇസ്ലാമിക ഭരണം നടത്താനുള്ള യാതൊരു പ്രവർത്തനവും നടത്തൽ മുസ്ലിങ്ങൾക്ക് അനുവദനീയമല്ല. ഉള്ള സമാധാന അന്തരീക്ഷത്തിൽ സഹകരിച്ചും സമാധാനത്തോടുകൂടിയും ജീവിക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇസ്ലാമിക പണ്ഡിതരിൽ പ്രമുഖനായ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു റിയാസുൽ ഉമം എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ഏറെക്കുറെ കഴിഞ്ഞതുകൊണ്ട് വിഷയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഉസ്താദ് വിശദീകരിച്ചു, നമുക്ക് വ്യക്തത കിട്ടി എന്നതുകൊണ്ടും അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് തന്നെ പറയാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒരു കൺക്ലൂഷനായി പറഞ്ഞുകൊണ്ട് വിഷയം അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. മർമ്മമായ ഭാഗങ്ങളൊക്കെ നിങ്ങൾ അന്വേഷണത്തിൻ്റെ അടിയിൽ തന്നെ കൂടുതൽ സമയമെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മർമ്മം പറയാതെ ഒറ്റവാക്കിൽ ഉത്തരം നൽകിയാൽ ഇത് എന്തൊക്കെയോ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളൊരു ആശങ്കയുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, രണ്ടർത്ഥത്തിൽ ഇവിടെ വർഗീയ ചേരിതിരിവുകൾക്കുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട്. മുസ്ലിങ്ങൾ എന്തോ ഒരു പേടിക്കപ്പെടേണ്ട ടീമാണ്, സൂക്ഷിക്കണേ പേടിക്കണേ എന്ന് പറഞ്ഞ് മറ്റു മതക്കാരിൽ മുസ്ലിങ്ങളോട് ഒരു വെറുപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് മമ്പുറം തങ്ങൾ പടക്കം നമ്മെ പഠിപ്പിച്ച, നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പഠിപ്പിച്ച അർറാഹിമൂന യർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വ തആല, മറ്റു മനുഷ്യർക്ക് റഹ്മത്തും അനുഗ്രഹവും സഹകരണവും നൽകുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുക. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള മനുഷ്യരോടൊക്കെ കാരുണ്യത്തോടെ ദയാബോധത്തോടെ നീതിബോധത്തോടു കൂടി ഇടപെടണേ, എങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുവും ആകാശത്ത് വസിക്കുന്ന മലായിക്കത്തുകളും നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ എല്ലാവരോടും റഹ്മത്തോടുകൂടിയും കാരുണ്യത്തോടുകൂടിയും ഇടപെടണമെന്നാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. ജാമിയ മർക്കസ് സഖാവത്ത് സുന്നിയിലടക്കം ഓരോ വർഷവും അധ്യയന വർഷത്തിൽ നമ്മുടെ ഗുരുക്കന്മാർ ഈ ഹദീസ് ആണ്, ഈ പ്രവാചക വചനമാണ് ആദ്യമായി ശിഷ്യന്മാരെ കേൾപ്പിക്കാറുള്ളത്. ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവർക്കൊക്കെ കരുണ ചെയ്യുക. അത് നമുക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാൻ ഉപകരിക്കും. ഈ ബോധം ഒരിക്കലും നഷ്ടപ്പെടരുത്. ഒന്ന്. മറ്റൊന്ന്, മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളോട് ചിരിക്കരുത്, അവർക്കൊരു സഹായം ചെയ്യാൻ പാടില്ല, ഭരണം ഉണ്ടെങ്കിലേ മുസ്ലിമിൻ്റെ ഇസ്ലാം പൂർണ്ണമാകൂ എന്ന നിലയ്ക്ക് ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ സമുദായത്തിനകത്ത് പ്രവർത്തിക്കുന്ന ചില തീവ്ര മനോഭാവമുള്ള വിദഈ ചിന്താഗതിക്കാരുണ്ട്. മുസ്ലിങ്ങളും മുസ്ലിം സമുദായവും മറ്റ് സമൂഹങ്ങളും അവരെ തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ വഞ്ചനയിൽ പെട്ടുപോകരുതേ എന്നാണ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ
നമ്മുടെ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മനുഷ്യരെന്ന നിലയ്ക്ക് എല്ലാവരോടും സഹകരിച്ച് ജീവിക്കുമ്പോഴും നാം നമ്മുടെ മൗലിക വിശ്വാസങ്ങൾ കൃത്യമായി നിലനിർത്തണം. എത്രത്തോളം ഒരു നല്ല മുസ്ലിം ആവാൻ നമുക്ക് സാധിക്കുമോ അപ്പോൾ അത്രത്തോളം മറ്റ് സമുദായങ്ങളുമായി സൗഹാർദ്ദവും സഹകരണവും വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. സൗഹാർദ്ദത്തിൻ്റെ പേരിൽ മറ്റ് മതക്കാരുടെ മതപരമായ ആഘോഷങ്ങളിൽ പങ്കാളികളായി അതൊരു കൂട്ടിക്കുഴക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഇപ്പോൾ ഓർമ്മപ്പെടുത്തി തൽക്കാലം അവസാനിപ്പിക്കുന്നു. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ബഹുമാന്യരായ ആഷിഖ് റസൂൽ കുണ്ടൂർ ഉസ്താദിൻ്റെ ദറജാത്തുകൾ അള്ളാഹു ഉയർത്തട്ടെ. സജ്ജനങ്ങളെയും സ്വാലിഹ്യങ്ങളെയും നല്ലവരെയൊക്കെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചൊരു പ്രാർത്ഥന തന്നെ അതാണ്, അല്ലാഹുമ്മ ർസുഖ്നി ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക. ഇസ്ലാം സ്നേഹത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക, അള്ളാഹിനെയും മുത്തുനബിനെയും സ്നേഹിക്കുന്നവരെയൊക്കെ സ്നേഹിക്കുക. ഈ ഒരു സ്നേഹം ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ ഈമാനിൻ്റെ മർമ്മമാണ്. നല്ലവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ടും എല്ലാ മനുഷ്യരോടും മാനുഷികമായ കാര്യങ്ങളിൽ നന്നായി സഹകരിച്ചുകൊണ്ടും ജീവിക്കണം. വിശിഷ്യ നമ്മുടെ അയൽവാസികളൊക്കെ അമുസ്ലിങ്ങളായ അയൽവാസികളുണ്ടെങ്കിൽ ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമീപനം കൊണ്ട് വേണം ആ തെറ്റിദ്ധാരണ നീങ്ങാൻ. അതുകൊണ്ട് നമ്മളുടെ അമുസ്ലിം അയൽവാസിക്ക് നമ്മളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല, നമ്മളെക്കൊണ്ട് ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല. മാനുഷിക കാര്യങ്ങളിൽ നന്നായി സഹകരിക്കുക, സഹായിക്കേണ്ടയിടത്ത് സഹായിക്കുക. നമ്മൾ മുസ്ലിമായി ജീവിക്കും, അവരവരുടെ മതമനുസരിച്ചുമായിരിക്കും ജീവിക്കുന്നത്. അതൊരു തടസ്സമല്ലാതെ മാനുഷിക കാര്യങ്ങളിൽ സഹകരിക്കുക. എവിടുന്നൊക്കെയോ ആരൊക്കെയോ മുസ്ലിം വെറുപ്പ് മനസ്സിൽ കുത്തിവെക്കാൻ ശ്രമിക്കുമ്പോൾ ആ മുസ്ലിങ്ങൾക്ക് പറയാൻ കഴിയണം, എൻ്റെ തൊട്ടടുത്ത് ഇസ്ലാം നന്നായി പഠിച്ചൊരു മുസ്ലിം പണ്ഡിതനാണ്, അവരെത്ര മാന്യമായിട്ടാണ് നമ്മളോട് ഇടപെടുന്നത്. പണ്ഡിതന്മാരും അല്ലാത്തവരും ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.